അതിരുകൾ മാറുന്നു, അധികാരങ്ങൾ കൈമറിയുന്നു. ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളത്തിൽ തന്ത്രങ്ങളും പ്രത്യാക്രമണങ്ങളും മുറുകുമ്പോൾ ലോകം ഇന്ന് എവിടെ നിൽക്കുന്നു? വൻ ശക്തികൾ തമ്മിലുള്ള ശീതയുദ്ധം മുതൽ സാധാരണക്കാരന്റെ അതിജീവന പോരാട്ടങ്ങൾ വരെ ലോകം ഒരു നിമിഷം പോലും നിശ്ചലമല്ല. സമുദ്രത്തിനടിയിലും മണലാരണ്യങ്ങളിലും കോടതി മുറികളിലും പുതിയ ചരിത്രങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ വൻ വഴിത്തിരിവുകളും ഗൾഫ് മേഖലയിലെ പുതിയ സുരക്ഷാ സമവാക്യങ്ങളും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിശബ്ദ യുദ്ധങ്ങളും ഉൾപ്പെടെ ഇന്ന് ലോകശ്രദ്ധ നേടുന്നത് നിരവധി സംഭവ വികാസങ്ങളാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ചടുലമായ ആ മാറ്റങ്ങളെ അടുത്തറിയാം. ലോകയിലേക്ക് സ്വാഗതം. ആദ്യം പാകിസ്ഥാനിലേക്ക്. അഴിമതി കേസുകളും നിയമക്കുരുക്കുകളും വരിഞ്ഞുമുറുക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ജീവിതം ഒരു നിർണായക ഘട്ടത്തിലാണ്. മെയ് 7 വിധി ഇമ്രാനെ തുണയ്ക്കുമോ അതോ ജയിൽവാസം തുടരുമോ? വിശദമായി പരിശോധിക്കാം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റനുമായ ഇമ്രാൻഖാന്റെ ഭാവി ഇപ്പോൾ തൂക്കുമരത്തിലാണ്. അൽ ഖാദർ ട്രസ്റ്റ് കേസിൽ ഇമ്രാൻഖാൻ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. വെറുമൊരു കോടതി വിധിയല്ല ഇത്. ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാണ്. ജയിലിനുള്ളിൽ കഴിയുന്ന ഇമ്രാൻഖാന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം നിയമക്കുരുക്കുകൾ മുറുകുകയാണോ അതോ മെയ് 7 നടക്കാൻ പോകുന്ന അപ്പീൽ കേസിൽ അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് കോടതിയിൽ സംഭവിച്ചത് എന്ന് നോക്കാം. ഇസ്ലാമാബാദ് ഹൈക്കോടതിയാണ് ഇമ്രാൻഖാന്റെ അപേക്ഷ തള്ളിയത്. അൽ ഖാദർ ട്രസ്റ്റ് കേസിൽ തനിക്കെതിരെയുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ ചീഫ് ജസ്റ്റിസ് ആമിർ ഫാറൂഖ് അധ്യക്ഷനായ ബെഞ്ച് ഇത് അനുവദിച്ചില്ല. കോടതി പറഞ്ഞത് ലളിതമാണ്, നിയമപരമായ നടപടികൾ അതിന്റെ വഴിക്ക് പോകട്ടെ. ഈ കേസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലേ എന്തുകൊണ്ടാണ് ഇമ്രാൻ ഇത്രയധികം ഭയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഏകദേശം 190 മില്യൺ പൗണ്ടിന്റെ അഴിമതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്നത്. ബ്രിട്ടനിലെ നാഷണൽ ക്രൈം ഏജൻസി കണ്ടുകെട്ടിയ പണം തിരികെ പാകിസ്ഥാനിലേക്ക് എത്തിച്ചപ്പോൾ അത് ദുരുപയോഗം ചെയ്തു എന്നതാണ് ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കുമെതിരെയുള്ള കുറ്റം. ഇതിന് പകരമായി ജലൂം എന്ന സ്ഥലത്ത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ ഇവർക്ക് ഭൂമി ലഭിച്ചു എന്നാണ് നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ വാദിക്കുന്നത്. ഇവിടെയാണ് കളി മാറുന്നത്. ഇമ്രാൻഖാൻ ജയിലിലായതിനു ശേഷം പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ് PTI എന്ന പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ ഇമ്രാന്റെ ജനപ്രീതിക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല. തന്റെ ജയിൽവാസം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നും തന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ സൈന്യവും നിലവിലെ സർക്കാരും ചേർന്ന് നടത്തുന്ന നാടകമാണ് എന്നുമാണ് ഇമ്രാൻഖാൻ ആരോപിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മെയ് 7 ഈ കേസിന്റെ അപ്പീൽ മാറ്റിയിരിക്കുകയാണ്. ഈ മെയ് 7 എന്നത് ഇമ്രാൻഖാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്ന് കോടതി സ്വീകരിക്കുന്ന നിലപാട് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിന്റെ അടുത്ത 10 വർഷത്തെ വിധി നിശ്ചയിക്കും. ഇമ്രാന് അനുകൂലമായ വിധി വന്നാൽ അത് പാകിസ്ഥാൻ സർക്കാരിനെ വിറപ്പിക്കും. നേരെ തിരിച്ചാണെങ്കിൽ ഇമ്രാന്റെ രാഷ്ട്രീയ ജീവിതം അനിശ്ചിതത്വത്തിലാകും. ഇനി നമുക്ക് അല്പം ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് നോക്കാം. ഇമ്രാൻഖാൻ പുറത്താക്കപ്പെട്ടത് മുതൽ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. IMFന്റെ കടത്തിന് പിന്നാലെ പോകുന്ന ഒരു രാജ്യം, മറുവശത്ത് ശക്തമായ ജനരോഷം നേരിടുന്ന ഒരു സർക്കാർ. ഇമ്രാൻഖാൻ ജയിലിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇപ്പോഴും ജനങ്ങളിലെത്തുന്നുണ്ട്. അൽ ഖാദർ കേസ് കൂടാതെ തോഷഖാന കേസ്, സൈഫർ കേസ് എന്നിങ്ങനെ നിരവധി കേസുകൾ ഇദ്ദേഹത്തിന് മേലുണ്ട്. ഇതിലൊക്കെ ജാമ്യം ലഭിച്ചാലും അൽ ഖാദർ കേസ് എന്നത് ഹൈ പ്രൊഫൈൽ കറപ്ഷൻ ആയതിനാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. മെയ് 7 വാദം കേൾക്കുന്നതിനായിട്ട് ഇസ്ലാമാബാദ് ഹൈക്കോടതി പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ അഡിയാല ജയിലിൽ വെച്ച് തന്നെയാണോ വാദം കേൾക്കുക അതോ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇമ്രാൻഖാൻ ഇപ്പോൾ പയറ്റുന്നത് ഒരു വിക്ടിം കാർഡ് തന്ത്രമാണെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നുണ്ട്. തന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും ഇപ്പോൾ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളോട് പറയുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ സർക്കാർ ഈ പറയുന്നതിനെയൊക്കെ തള്ളിക്കളയുകയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് ഷെഹബാസ് ഷെരീഫ് സർക്കാരിന്റെ വാദം. പക്ഷേ സാധാരണക്കാരായ പാകിസ്ഥാനികൾ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഇമ്രാൻഖാൻ ഇല്ലാതെ പാകിസ്ഥാനിൽ ഒരു സുസ്ഥിരമായ സർക്കാർ ഉണ്ടാകുമോ? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അൽ ഖാദർ ട്രസ്റ്റ് കേസ് വെറും ഒരു അഴിമതി കഥയല്ല. ഇത് ഇമ്രാൻഖാന്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. മെയ് 7 പാകിസ്ഥാൻ വീണ്ടും കത്തുമോ അതോ നിയമം അതിന്റെ നീതി നടപ്പിലാക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. സൈനിക കരുത്തിൽ വൻ ശക്തിയായ അമേരിക്കയോടും ഇസ്രായേലിനോടും നേരിട്ട് ഏറ്റുമുട്ടാൻ ഇറാൻ തയ്യാറല്ല. പകരം അവർ പ്രയോഗിക്കുന്നത് അസിമെട്രിക് യുദ്ധമുറ എന്ന തന്ത്രപരമായ നീക്കമാണ്. എന്താണ് ശത്രുവിനെ തളർത്തുന്ന ഇറാന്റെ ഈ അദൃശ്യ യുദ്ധം? മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ്.
അവിടെ ഇസ്രയേലും അമേരിക്കയും ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി നടത്തുന്ന പോരാട്ടം കേവലം അതിർത്തി തർക്കങ്ങളോ സാധാരണ യുദ്ധങ്ങളോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയോടും ആധുനിക സാങ്കേതിക വിദ്യയിൽ അഗ്രഗണ്യരായ ഇസ്രയേലിനോടും നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് ഇറാന്റെ നിലവിലെ സൈനിക ശേഷി പര്യാപ്തമല്ലെന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഇറാന്റെ അസമമിത യുദ്ധമുറ അഥവാ അസമെട്രിക് വാർഫെയർ രൂപപ്പെടുന്നത്. നേരിട്ടുള്ള പോരാട്ടത്തിന് പകരം ശത്രുവിനെ തളർത്തുന്ന തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ രാജ്യവും അവരുടെ എതിരാളികളും തമ്മിലുള്ള സൈനിക സന്തുലിതാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ സൈനിക ശേഷി ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. അത്യാധുനിക വിമാനവാഹിനി കപ്പലുകൾ, ദീർഘദൂര ബോംബർ വിമാനങ്ങൾ, ശത്രുവിന്റെ റഡാറുകളിൽ പെടാത്ത സ്റ്റെൽത്ത് വിമാനങ്ങൾ, കൃത്യതയാർന്ന മിസൈലുകൾ എന്നിവയ്ക്ക് പുറമെ ലോകത്തെവിടെയും സൈനിക സമ്മർദ്ദം ചെലുത്താനുള്ള സാമ്പത്തിക ശേഷിയും അവർക്കുണ്ട്. ഇസ്രയേൽ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വായുസേനയും ഇന്റലിജൻസ് സംവിധാനങ്ങളും അവർക്കുണ്ട്. ഇതിനെല്ലാം വിപരീതമായി ദശാബ്ദങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ കാരണം ഇറാന്റെ പരമ്പരാഗത സൈനിക വ്യൂഹം പലപ്പോഴും പഴഞ്ചൻ സാങ്കേതിക വിദ്യകളെയാണ് ആശ്രയിക്കുന്നത്. ഈ വലിയ സൈനിക അസമത്വം തിരിച്ചറിഞ്ഞ ഇറാന്റെ പ്ലാനർമാർ നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയാണ്. അവർ വികസിപ്പിച്ചെടുത്ത മോഡൽ അനുസരിച്ച് ഒരു യുദ്ധമുണ്ടായാൽ അത് ശത്രുവിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ചിലവേറിയതും ചിതറിക്കിടക്കുന്നതും പ്രവചനാതീതവുമാക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ശത്രുവിന്റെ കപ്പലിന് പകരം കപ്പലോ വിമാനത്തിന് പകരം വിമാനമോ ഇറക്കി പോരാടുന്നതിന് പകരം ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങളെ ദുർബലമാക്കുന്ന മറ്റു വഴികളാണ് ഇറാൻ തേടുന്നത്. ഇതിലൂടെ യുദ്ധത്തിന്റെ ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടുന്ന ശത്രു രാജ്യങ്ങളെ പിന്നോട്ട് വലിക്കാൻ ഇറാന് സാധിക്കുന്നു. ഇറാന്റെ ഇന്നത്തെ പോരാട്ട വീര്യത്തിന്റെ വേരുകൾ കിടക്കുന്നത് 1979 ഇസ്ലാമിക വിപ്ലവത്തിലാണ്. അതിനു മുമ്പ് ഷാ മുഹമ്മദ് റസ പൗലവിയുടെ ഭരണത്തിന് കീഴിൽ ഇറാൻ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പങ്കാളിയായിരുന്നു. ഇസ്രയേലുമായി പോലും അന്ന് ഇറാൻ രഹസ്യമായി സുരക്ഷാ സാമ്പത്തിക ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. എന്നാൽ വിപ്ലവത്തിന് ശേഷം വന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് പാശ്ചാത്യ സ്വാധീനത്തെ പൂർണ്ണമായും എതിർക്കുകയും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ടെഹ്റാനിലെ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തതോടെ അമേരിക്കയുമായുള്ള ഔദ്യോഗിക ബന്ധം അവസാനിപ്പിക്കുകയും ശത്രുതയുടെ പുതിയ അധ്യായം തുറക്കപ്പെടുകയും ചെയ്തു. ഇറാന്റെ സൈനിക സിദ്ധാന്തം കേവലം ആയുധങ്ങളെക്കുറിച്ചിട്ടുള്ളതല്ല, മറിച്ച് അത് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെയും വിപ്ലവത്തിന്റെ ആദർശങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് കൂടിയാണ്. അമേരിക്ക തങ്ങളെ വളയാൻ ശ്രമിക്കുന്നുവെന്നും ഇസ്രയേൽ തങ്ങളുടെ ആണവ മിസൈൽ പദ്ധതികളെ തകർക്കാൻ നോക്കുന്നുവെന്നും ഇറാൻ വിശ്വസിക്കുന്നു. ഈ ഭയം അവരെ കൂടുതൽ പ്രതിരോധാത്മകമായ എന്നാൽ ആക്രമണോത്സുകമായ തന്ത്രങ്ങളിലേക്ക് നയിച്ചു. ഈ ചരിത്രപരമായ പശ്ചാത്തലം മനസ്സിലാക്കാതെ ഇറാന്റെ ഇന്നത്തെ നീക്കങ്ങളെ വിലയിരുത്തുക അസാധ്യമാണ്. ഇറാന്റെ ഏറ്റവും വലിയ ആയുധം ഏതെങ്കിലും മിസൈലോ ഡ്രോണോ അല്ല, മറിച്ച് അവർ പടുത്തുയർത്തിയ പ്രാദേശിക സഖ്യങ്ങളാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ ശൃംഖല ഇറാന്റെ തന്ത്രപരമായ കരുത്താണ്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ, പലസ്തീനിലെ പോരാളികൾ എന്നിവരടങ്ങുന്നതാണ് ഈ സഖ്യം. ഈ ഗ്രൂപ്പുകൾക്കെല്ലാം സ്വന്തമായ പ്രാദേശിക ലക്ഷ്യങ്ങളുണ്ടെങ്കിലും പൊതുവായ ശത്രുവിനെതിരെ അവർ ഇറാനൊപ്പം നിൽക്കുന്നു. ഇറാന്റെ അതിർത്തികൾക്ക് പുറത്ത് സ്വാധീനം ചെലുത്താനും ശത്രുവിനെ നേരിടാനും ഈ സംവിധാനം സഹായിക്കുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ലബനനിൽ നിന്ന് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്കും ഇറാഖിൽ നിന്ന് അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും യമനിൽ നിന്ന് ചെങ്കടലിലെ കപ്പൽ പാതകളിലേക്കും ഒരേ സമയം സമ്മർദ്ദം ചെലുത്താൻ ഇറാന്റെ ഈ സഖ്യശൃംഖലയ്ക്ക് കഴിയും. ഇതിനെയാണ് സ്ട്രാറ്റജിക് ഡെപ്ത് അഥവാ തന്ത്രപരമായ ആഴം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് യുദ്ധം ഇറാന്റെ മണ്ണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ശത്രുവിന്റെ ചുറ്റുമുള്ള പല കേന്ദ്രങ്ങളിലായി വ്യാപിക്കുന്നു. ഇത് ശത്രുവിന്റെ ശ്രദ്ധ തിരിക്കാനും അവരുടെ സൈനിക ശേഷിയെ ചിതറിക്കാനും ഇറാനെ സഹായിക്കുന്നു. തങ്ങളുടെ പഴയ വിമാനപ്പടയ്ക്ക് പകരമായി ഇറാൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ബാലിസ്റ്റിക് മിസൈലുകളാണ്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇന്ന് ഇറാന്റെ കൈവശമുണ്ട്. ഇസ്രയേലിലെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലെയും ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്ന 2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. ഈ മിസൈലുകൾ കേവലം നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശത്രുവിനെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. മിസൈലുകൾക്കൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാൻ വലിയ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഡ്രോൺ സാങ്കേതികവിദ്യ. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ വലിയ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാൻ പഠിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് തടയേണ്ടി വരുന്ന ഈ ചെറിയ ഡ്രോണുകൾ ശത്രുവിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. കൂടാതെ ഈ ഡ്രോണുകൾ സഖ്യകക്ഷികൾക്ക് കൈമാറുന്നതിലൂടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാതെ തന്നെ ശത്രുക്കളെ ആക്രമിക്കാനുള്ള കഴിവും ഇറാൻ കൈവരിച്ചു. ഈ കോസ്റ്റ് ഇംബാലൻസ് അഥവാ ചെലവുകളിലെ അസമത്വം ഇറാന്റെ അസിമെട്രിക് യുദ്ധമുറകളുടെ പ്രധാന ഭാഗമാണ്.
ഇറാൻ തങ്ങളുടെ നീക്കങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഫോർവേഡ് ഡിഫൻസ് അഥവാ മുന്നണി പ്രതിരോധം എന്നാണ്. അതായത് ഭീഷണി ഇറാന്റെ അതിർത്തിയിൽ എത്തുന്നതിന് മുമ്പ് അതിനെ പുറത്തു വെച്ച് തന്നെ തടയുക. സിറിയയിലും ഇറാഖിലും ലബനനിലും ഇറാൻ ചെലുത്തുന്ന സ്വാധീനം ഇതിന്റെ ഭാഗമാണ്. ഇതിലൂടെ യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു ഇറാന്റെ മണ്ണിൽ നിന്നും മാറ്റാൻ അവർക്ക് സാധിക്കുന്നു. ഇത് ഇസ്രയേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അവർക്ക് ഇറാനെ നേരിടണമെങ്കിൽ ഈ വലിയ ശൃംഖലയെ മുഴുവൻ മറികടക്കേണ്ടി വരും. എങ്കിലും ഈ തന്ത്രം വലിയ തോതിലുള്ള അപകട സാധ്യതകളും ഉയർത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന സായുധ ഗ്രൂപ്പുകളെ ഇറാൻ പൂർണ്ണമായും നിയന്ത്രിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നടത്തുന്ന അപ്രതീക്ഷിത നീക്കം ഒരുപക്ഷെ ഇറാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. കൂടാതെ ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള ലോകത്തെ പ്രധാന ഇന്ധന പാതകളിൽ ഇറാൻ ചെലുത്തുന്ന സമ്മർദ്ദം ആഗോള വിപണിയെയും ബാധിക്കാറുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്തെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ളതാണ്. ഇറാന്റെ ഈ പോരാട്ടങ്ങളെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന തെറ്റ് അവർ അമേരിക്കയെ സൈനികമായി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുന്നതാണ്. സത്യത്തിൽ ഇറാന്റെ ലക്ഷ്യം യുദ്ധത്തിൽ വിജയിക്കുക എന്നതല്ല, മറിച്ച് തങ്ങളെ ആക്രമിക്കുന്നത് ശത്രുവിന് താങ്ങാൻ കഴിയാത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. യുദ്ധം തുടങ്ങുന്നതിനേക്കാൾ അത് അവസാനിപ്പിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എന്ന് ശത്രുക്കളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇസ്രയേലും അമേരിക്കയും ഈ തന്ത്രത്തെ പ്രതിരോധിക്കാൻ നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. ഇറാന്റെ ആയുധ കൈമാറ്റങ്ങൾ തടയുന്നതും സാമ്പത്തിക ഉപരോധങ്ങൾ വഴി പണം മുടക്കുന്നത് നിർത്തുന്നതും സൈനിക കമാൻഡർമാരെ വധിക്കുന്നതുമെല്ലാം ഈ ശൃംഖലയെ തകർക്കാനാണ്. ഇതൊരു പുതിയതരം യുദ്ധവ്യവസ്ഥയാണ്. ഇവിടെ ടാങ്കുകൾ അതിർത്തി കടക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഡ്രോൺ ആക്രമണങ്ങൾക്കും സൈബർ പോരാട്ടങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കുമാണ്. ഇറാന്റെ സൈനിക സിദ്ധാന്തം പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ആത്യന്തികമായി ഈ നിഴൽ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ ഇത് വലിയൊരു സ്ഫോടനത്തിൽ കലാശിക്കുമോ എന്നോ ഉള്ള ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമായി അങ്ങനെ തുടരുന്നു. ഗൾഫിൽ വിയർപ്പൊഴുക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഒരു ശുഭവാർത്ത. തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പുതിയ നിയമപരിഷ്കാരങ്ങളുമായി എത്തുന്നു. ഓരോ പ്രവാസിക്കും ആശ്വാസം പകരുന്ന UAEയുടെ ഈ മാനുഷിക മുഖത്തെക്കുറിച്ചാണ് അടുത്തത്. മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർപ്പൊഴുക്കി സ്വപ്നങ്ങൾ നെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസത്തിന്റെ തണലൊരുക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പുതിയൊരു ചരിത്രം എഴുതുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ നിർമ്മിതികൾക്കും അത്യാധുനിക നഗരങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന കരുത്തുറ്റ കരങ്ങൾക്ക് അർഹിക്കുന്ന ആദരവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ വെറും നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് അത് ഒരു ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവയ്പ്പാണ്. ഓരോ പ്രവാസിയുടെയും സ്വപ്നങ്ങൾക്കും അധ്വാനത്തിനും പിന്നിൽ അവർക്ക് ലഭിക്കേണ്ട മിനിമം അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കാൻ ഭരണകൂടം നേരിട്ടിടപെടുന്നു എന്ന വലിയ സന്ദേശമാണ് ഈ പുതിയ നിയമങ്ങൾ നൽകുന്നത്. ഈ നിയമപരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് സൗജന്യ ഇന്റർനെറ്റ് സൗകര്യമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇന്റർനെറ്റ് എന്നത് കേവലം ഒരു ആഡംബരമല്ല, മറിച്ച് അതൊരു അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുന്നു. കടൽ കടന്ന് അന്യനാട്ടിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ തൻ്റെ പ്രിയപ്പെട്ടവരുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന നിമിഷങ്ങളാണ് അയാളുടെ ഏറ്റവും നല്ല മാനസിക സമ്മർദ്ദങ്ങൾക്ക് മരുന്നാകുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ചിരി കാണാനോ അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ ഡേറ്റ പാക്കുകളുടെ ചെലവ് നോക്കാതെ ഇനി ഓരോ തൊഴിലാളിക്കും സാധിക്കും. ഇത് അവരുടെ മാനസികാരോഗ്യത്തെയും തൊഴിൽ ക്ഷമതയെയും വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നതിൽ സംശയമില്ല. കുടുംബവുമായുള്ള ഈ ഡിജിറ്റൽ ബന്ധം അവരുടെ ഏകാന്തത ഇല്ലാതാക്കാനും ജീവിതം കൂടുതൽ പ്രകാശമാനമാക്കാനും സഹായിക്കുന്നു. താമസ സ്ഥലങ്ങളിലെ സൗകര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള കർശനമായ വ്യവസ്ഥകൾ പരിശോധിച്ചാൽ ഓരോ തൊഴിലാളിയുടെയും വ്യക്തിപരമായ അന്തസ്സിനാണ് അവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. മുറിക്കുള്ളിൽ വെറും നിലത്ത് കിടന്നുറങ്ങുന്ന രീതി ഇനി ചരിത്രമാകും. ഓരോ തൊഴിലാളിക്കും കൃത്യമായ അളവുകളുള്ള കട്ടിലും വൃത്തിയുള്ള ബെഡിങ്ങും നിർബന്ധമാക്കിയിരിക്കുകയാണ്. തൻ്റെ സ്വകാര്യ വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ലോക്കർ സൗകര്യമുള്ള അലമാരകൾ നൽകണമെന്ന നിർദ്ദേശം ഓരോ വ്യക്തിക്കും തൻ്റെ ഇടത്തിൽ ലഭിക്കുന്ന സുരക്ഷിതത്വ ബോധം വർദ്ധിപ്പിക്കും. കൂടാതെ UAEയിൽ കഠിനമായ കാലാവസ്ഥ കണക്കിലെടുത്ത് എല്ലാ മുറികളിലും കൃത്യമായ വായു സഞ്ചാരവും എയർ കണ്ടീഷനിങ്ങും ഉറപ്പാക്കണമെന്നത് തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായകമായ പങ്കുവഹിക്കും. മുറിക്കുള്ളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് നിരോധിച്ചതുവഴി തീപിടുത്തം പോലെയുള്ള വലിയ അപകടങ്ങൾ ഒഴിവാക്കാനും മുറികളിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും. പകരം പൊതുവായ അത്യാധുനിക അടുക്കള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി വൃത്തിയുള്ള സാഹചര്യത്തിൽ ഭക്ഷണം തയ്യാറാക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് പുതിയ നിയമം വിഭാവനം ചെയ്യുന്നത്. 1000-ഓ അതിലധികമോ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ സ്വന്തമായി ഫസ്റ്റ് എയ്ഡ് റൂമുകളും ക്ലിനിക്കുകളും ഉണ്ടായിരിക്കണമെന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും.
ചെറിയൊരു അസുഖം വന്നാൽ പോലും ദൂരെയുള്ള ആശുപത്രികളിലേക്ക് ഓടേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇത് പരിഹാരമുണ്ടാക്കും. രോഗം ബാധിച്ചവർക്കായി പ്രത്യേക ഐസൊലേഷൻ മുറികൾ ഒരുക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ കാലങ്ങളിൽ നാം നേരിട്ട മഹാമാരികളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ദിവസവും മുറികൾ വൃത്തിയാക്കുക, കീടനിയന്ത്രണ നടപടികൾ സ്വീകരിക്കുക, മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവ വഴി പകർച്ചവ്യാധികൾ തടയാനും തൊഴിലാളികൾക്ക് മികച്ചൊരു ആരോഗ്യ അന്തരീക്ഷമൊരുക്കാനും സാധിക്കും. വിശ്രമവേളകൾ ആസ്വാദ്യകരമാക്കാൻ വിനോദസഞ്ചാര ഇടങ്ങളും പൊതുവായ വിശ്രമ കേന്ദ്രങ്ങളും ക്യാമ്പുകളിൽ ഉറപ്പാക്കണമെന്നത് അവരുടെ മാനസിക ഉല്ലാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന തൊഴിലാളികൾക്ക് തൻ്റെ സഹപ്രവർത്തകരുമായി ഇടപഴകാനും മനസ്സ് തുറന്ന് സംസാരിക്കാനുമുള്ള ഇടങ്ങൾ ഒരുക്കുന്നത് വഴി അവർക്കിടയിൽ ഒരു സാമൂഹിക ബന്ധം വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും. ഇത് കേവലം ഒരു താമസമല്ല, മറിച്ച് ഒരു ചെറിയ സമൂഹത്തിൻ്റെ സഹവർത്തിത്വമാണ് ലക്ഷ്യമിടുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഉണ്ടാകില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അഗ്നിശമന സംവിധാനങ്ങളും എമർജൻസി എക്സിറ്റുകളും കൃത്യമായി പരിശോധിക്കപ്പെടും. അമിതമായ തിരക്കൊഴിവാക്കി ഓരോ മുറിയിലും നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ താമസിപ്പിക്കാവൂ എന്ന നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടികളുണ്ടാകും. വായു സഞ്ചാരമില്ലായ്മയും ശുദ്ധജലത്തിന്റെ അഭാവവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളായി പരിഗണിക്കും എന്നത് ഭരണകൂടത്തിന്റെ കണിശമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അധിക ബാധ്യതയായി കാണേണ്ടതില്ല, മറിച്ച് ഒരു നിക്ഷേപമായാണ് കരുതേണ്ടത്. സുരക്ഷിതത്വവും സമാധാനവുമുള്ളതുമായ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു തൊഴിലാളിക്ക് കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യാൻ സാധിക്കും. കമ്പനികൾക്ക് ഒന്നുകിൽ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള നിലവാരമുള്ള താമസം ഒരുക്കാം, അല്ലെങ്കിൽ അവർക്ക് മാന്യമായി താമസിക്കാൻ ആവശ്യമായ ഹൗസിംഗ് അലവൻസ് നൽകണം. താമസ കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കമ്പനികൾക്കാണ്. ഇത് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സ്ഥാപനത്തിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ആഗോളതലത്തിൽ UAEയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇത്തരം മാനുഷികമായ ഇടപെടലുകൾ കാരണമാകും. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മനുഷ്യർ തങ്ങളുടെ വിയർപ്പും രക്തവും നൽകി പടുത്തുയർത്തിയ ഈ രാജ്യത്ത് അവർക്ക് മാന്യമായ ഒരു ജീവിതം നൽകുക എന്നത് ഭരണകൂടത്തിന്റെ കടമയായി UAE തിരിച്ചറിയുന്നു. ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ ലേബർ ക്യാമ്പുകൾ എന്ന വിളിപ്പേര് മാറി അവ തൊഴിലാളികളുടെ അന്തസ്സുള്ള താമസ കേന്ദ്രങ്ങളായി മാറും. കൃത്യമായ ഇടവേളകളിൽ അധികൃതർ നടത്തുന്ന പരിശോധനകൾ ഈ നിയമങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഉറപ്പാക്കും. വരും തലമുറയിലെ തൊഴിലാളികൾക്ക് കൂടുതൽ മികച്ചതും സുരക്ഷിതവുമായ ഒരു തൊഴിലിടമായി UAE മാറാൻ ഈ നടപടികൾ സഹായിക്കും. മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ മറ്റു രാജ്യങ്ങൾക്കും മാതൃകയാണ്. സംതൃപ്തനായ ഒരു തൊഴിലാളിയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന തിരിച്ചറിവ് ഈ നിയമങ്ങളിലൂടെ UAE ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഓരോ ചുവടുവെപ്പിലും മാനവികത ഉറപ്പാക്കുന്ന ഈ പുത്തൻ നിയമങ്ങൾ പ്രവാസി ലോകത്തിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. വിയർപ്പൊഴുക്കുന്നവന്റെ വില അറിയുന്ന ഒരു ഭരണകൂടം കൂടെയുണ്ടെന്ന ബോധ്യം അവർക്ക് നൽകുന്ന കരുത്ത് കുറച്ചൊന്നുമല്ല. വരും വർഷങ്ങളിൽ ഇതിന്റെ ഗുണഫലങ്ങൾ UAEയുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മനസ്സ് നിറഞ്ഞ് ജോലി ചെയ്യാനും മടികൂടാതെ വിശ്രമിക്കാനും ആധുനിക യുഗത്തിന്റെ സൗകര്യങ്ങൾ ആസ്വദിക്കാനും ഇനി ഓരോ തൊഴിലാളിക്കും അവകാശമുണ്ട്. അതാണ് ഈ പുതിയ നിയമത്തിന്റെ അന്തസത്ത. ലോകത്തിന്റെ ഊർജ്ജസിരയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും പുകയുകയാണ്. കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങളും അതിനെതിരെ അമേരിക്കയുടെ ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡവും ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങൾ ചെറുതല്ല. പരിശോധിക്കാം വിശദമായി. ലോകത്തിന്റെ എണ്ണ വിപണിയുടെ നാഡീമിടിപ്പായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു യുദ്ധക്കളമായി മാറുകയാണ്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നുപോകുന്ന ഈ പാതയിൽ ഇറാൻ ഏർപ്പെടുത്തിയ പുതിയ പെർമിറ്റ് സംവിധാനമാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് കാരണം. ഇനി മുതൽ ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാന്റെ പ്രത്യേക അനുമതിയും നിശ്ചിത ഇടനാഴികളും നിർബന്ധമാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ നീക്കത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക ദൗത്യം പ്രഖ്യാപിച്ചു. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമായി ഒരു ഒത്തുതീർപ്പിലെത്തുന്നതിനായി ട്രംപ് ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിലും ഇറാന് മേലുള്ള ഉപരോധം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം വലിയ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുന്നു. സൈനിക വിഭാഗമായ IRGC സ്വീകരിക്കുന്ന ആക്രമണോത്സുക നിലപാടുകളെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പരസ്യമായി വിമർശിച്ചു. UAEക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ സർക്കാരിന്റെ അറിവോടെയല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഇറാൻ സൈന്യം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഈ തർക്കം കേവലം സൈനികം മാത്രമല്ല, ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻഷുറൻസ് നിരക്കുകൾ ഉയരുന്നതും ഇന്ധനവില വർധനയും സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കും.
സമുദ്രത്തിലെ അധികാരം ആർക്ക് എന്നതിനേക്കാൾ ഉപരിയായി മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടം ആര് നിർണയിക്കുമെന്ന വലിയ പോരാട്ടമാണ് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നടക്കുന്നത്. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ മേഖല കൂടുതൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ഹോർമുസ് കടലിടുക്ക് ഒരു തുറന്ന യുദ്ധക്കളമായി മാറുമായിരിക്കുമോ, അതോ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണുമോ? മിഡിൽ ഈസ്റ്റിലെ മൊത്തം രാഷ്ട്രീയ ഭൂപടം ആര് നിർണയിക്കുമെന്ന വലിയ പോരാട്ടമാണ് ഇപ്പോൾ കടലിൽ നടക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിശബ്ദമായ ഒരു പോരാട്ടം മുറുകുന്നു. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള അന്തർവാഹിനി കരാർ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ? അയൽ രാജ്യങ്ങളുടെ ഈ സൈനിക നീക്കം മോദി സർക്കാരിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു പുതിയ ശക്തി സമവാക്യം രൂപപ്പെടുകയാണ്. ലോകം മുഴുവൻ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും സംഘർഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദക്ഷിണേഷ്യൻ തീരങ്ങളിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു സൈനിക നീക്കം പൂർത്തിയായിരിക്കുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി 2026 ഏപ്രിൽ അവസാന വാരത്തിൽ ചൈനയിൽ നടത്തിയ സന്ദർശനം പതിവ് നയതന്ത്ര യാത്രകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. വലിയ മാധ്യമ വാർത്തകളോ ആഘോഷങ്ങളോ ഇല്ലാതെ നടന്ന ഈ സന്ദർശനത്തിന്റെ കാതൽ സന്നിയിലെ നാവിക തുറമുഖത്ത് ചൈന കൈമാറിയ ആദ്യത്തെ S-26P ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനിയായിരുന്നു. $5 ബില്യൺ വീതം വിലമതിക്കുന്ന 8 അന്തർവാഹിനികൾക്കായുള്ള 2015 കരാറിന്റെ ആദ്യ ഫലമാണിത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുമെന്നും ചൈനീസ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്ന ഈ കരാർ കേവലം ഒരു ആയുധ ഇടപാടല്ല, മറിച്ച് തന്ത്രപരമായ ഒരു വലിയ നീക്കമാണ്. പുതിയ അന്തർവാഹിനികൾക്ക് ഹാങ്കോർ എന്ന് പേരിട്ടതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ INS ഖുക്രി എന്ന കപ്പലിനെ മുക്കിയ പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ പേരാണ് ഇത്. ഈ പേര് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഇന്ത്യയോടുള്ള തങ്ങളുടെ സൈനിക വെല്ലുവിളി പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. സാങ്കേതികമായി നോക്കിയാൽ S-26P അന്തർവാഹിനികൾ പാകിസ്ഥാൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമുള്ള ഈ അന്തർവാഹിനികൾക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇല്ലാതെ തന്നെ ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കും. ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സ്റ്റിർലിംഗ് എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശത്രുരാജ്യങ്ങളുടെ സോണാർ സംവിധാനങ്ങളെ വെട്ടിച്ച് നിശബ്ദമായി സഞ്ചരിക്കാൻ കപ്പലിനെ സഹായിക്കുന്നു. കൂടാതെ ബാബർ 3 ക്രൂയിസ് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ആണവായുധങ്ങൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ 2ാം പ്രഹര ശേഷിയെ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നത് ചൈനയുടെ ദീർഘകാല ലക്ഷ്യമാണ്. പാകിസ്ഥാനെ ഒരു പ്രോക്സിയായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ സ്വന്തം തീരങ്ങളിൽ തന്നെ തളച്ചിടാനാണ് ബീജിംഗ് ശ്രമിക്കുന്നത്. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രതിരോധ വിദഗ്ധർക്കിടയിലും ഈ ഇടപാടിനെ കുറിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഷാങ്ഹായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ലിയു സോങ്ങിലിയെ പോലെയുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ വ്യവസായ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനും ചൈനയുടെ അനുഭവം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. എന്നാൽ ഓൺലൈൻ ചർച്ചകളിൽ ഇതൊരു മോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന നീക്കമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. പാകിസ്ഥാന്റെ പക്കൽ 8 അത്യാധുനിക അന്തർവാഹിനികൾ എത്തുന്നതോടെ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്കും മറ്റു വലിയ കപ്പലുകൾക്കും ഇത് അതീവ സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വരുമെന്ന് ചൈനീസ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രതിരോധ സഹകരണത്തെ ചുറ്റിപ്പറ്റി വിചിത്രമായ പല വാദങ്ങളും ഉയരുന്നുമുണ്ട്. ചൈനീസ് സോഷ്യൽ മീഡിയയായ വെയ്ബോയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ ഈ പുതിയ സഖ്യത്തെ ചൈനയുടെ വാളും സൗദി അറേബ്യയുടെ പണവും പാകിസ്ഥാന്റെ ധൈര്യവും ചേർന്ന ഒന്നായി വിശേഷിപ്പിക്കുന്നു. പാകിസ്ഥാൻ ഭാവിയിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സ്വാധീനത്തെ പോലും മറികടക്കുമെന്ന തരത്തിലുള്ള അതിഭാവുകത്വം നിറഞ്ഞ പ്രചാരങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരം അവകാശവാദങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെങ്കിലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ നാവിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ അറേബ്യൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഇന്ത്യയുടെ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ചൈന വിശ്വസിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഇന്ത്യയുടെ അന്തർവാഹിനി വ്യൂഹത്തിൽ ഭൂരിഭാഗവും പഴയ ക്ലാസുകളിൽ പെട്ടവയാണ്. ആധുനികവൽക്കരണ പ്രക്രിയകൾ നടക്കുന്നുണ്ടെങ്കിലും ചൈന പാകിസ്ഥാൻ സഖ്യം സൃഷ്ടിക്കുന്ന ഭീഷണിയുടെ വേഗതയുമായി പൊരുത്തപ്പെടാൻ ഇന്ത്യക്ക് കൂടുതൽ വേഗത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആവശ്യമാണ്. 8 അന്തർവാഹിനികളിൽ 4 ചൈനയിലും ബാക്കി 4 സാങ്കേതിക കൈമാറ്റത്തിലൂടെ പാകിസ്ഥാനിലുമാണ് നിർമ്മിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ആയുധ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. ഇന്ത്യൻ മഹാസമുദ്രം ഇനി പഴയതുപോലെ ശാന്തമായിരിക്കില്ല എന്നാണ് ഈ നീക്കങ്ങൾ നൽകുന്ന സൂചന.
ചൈനയുടെ തന്ത്രപരമായ പിന്തുണയോടെ പാകിസ്ഥാൻ നടത്തുന്ന ഈ സൈനിക വിപുലീകരണം ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സമുദ്രത്തിനടിയിലെ ഈ നിശബ്ദ പോരാട്ടം വരും ദശകങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സുരക്ഷാ രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അധികാരത്തിന്റെയും അതിജീവനത്തിന്റെയും പുതിയ വാർത്തകൾ ആഗോള ഭൂപടത്തിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങളും പസഫിക് തീരത്തെ പടയൊരുക്കങ്ങളും വരും ദിവസങ്ങളിൽ ലോകാക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.